വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ ജീവിതയാത്രയെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. അതിനാധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചു. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ അവിടെ എബ്രായ ലേഖന കർത്താവ് നമ്മോട് പറയുകയാണ്. സ്ഥിരതയോടെ ഓടുമ്പോൾ നോക്കുവാനൊരിടം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കി ഓടാൻ അവിടെ പറയുകയാണ്. ഭാരങ്ങൾ വിടണം, മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ വിടണം എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. നമുക്ക് ലാഭമാണെന്ന് തോന്നുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുവാൻ സ്വർഗം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഛേദമെന്നെണ്ണി ഒരോട്ടം ഓടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോസ്തലൻ ഓടി തികച്ചതുപോലെ ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതു, ഇനി ഒരു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഈ ഭൂമി വിടുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. യാത്രയുടെ ദിശ മാറുവാൻ വീട്ടിൽ വെച്ച് തന്നെ തീരുമാനമെടുത്ത് കൂലി കൊടുത്ത് തർശീശിലേക്കുള്ള കപ്പലിൽ കയറിയ യോന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി കപ്പൽ യാത്ര ആരംഭിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. യോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കപ്പൽ തകർന്നു പോകത്തക്കവണ്ണം സമുദ്രത്തിൽ ഒരു വലിയ കോൾ ഉണ്ടായി. അപ്പോൾ ദൈവ വഴിവിട്ട് യാത്ര ചെയ്ത യോനയെ ദൈവം വിട്ടുകളയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് യോനയെ വേണം. യോനയ്ക്ക് ദൈവാലോചനയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ, യാത്ര ചെയ്യുവാൻ താല്പര്യമില്ലാതിരിക്കുമ്പോഴും യോനയുടെ പുറകെ പിന്നെയും സ്നേഹത്തോടെ കടന്നു ചെല്ലുന്ന ദൈവത്തെ നമുക്കവിടെ കാണുവാൻ കഴിയും. യോനയോട് സ്നേഹമില്ലായിരുന്നുവെങ്കിൽ, യോനയെ മടക്കി വരുത്തുവാൻ ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നുവെങ്കിൽ യഹോവയൊരു പെരുങ്കാറ്റ് അടുപ്പിക്കുകയില്ലായിരുന്നു. സമുദ്രത്തിൽ തിരമാലകൾ അലറിപ്പൊങ്ങത്തക്കവണ്ണം ഒരു കോൾ ഉണ്ടാക്കുകയില്ലായിരുന്നു. കപ്പലോട്ടം വൈഷമ്യമാക്കുകയില്ലായിരുന്നു. നിങ്ങൾ പണ്ടൊരിക്കൽ ദൈവകൃപയിലേക്ക് വന്ന വ്യക്തിയാണെങ്കിൽ, ഒരിക്കൽ ജീവിതം സമർപ്പിച്ചയാളാണെങ്കിൽ, ഒരു പ്രവാചകനായി ദൈവം നിങ്ങളെ പലവട്ടം ഉപയോഗിച്ചതാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് അനേക പ്രാവശ്യം അരുളപ്പാടുകൾ, ആലോചനകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ആ വിധത്തിൽ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ഒക്കെ ചെയ്ത അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ എന്തെങ്കിലും അവൻ്റെ വഴിവിട്ട് യാത്ര ചെയ്താൽ നമ്മുടെ വില്ലിനകത്തേക്ക് ദൈവം കയറി പ്രവർത്തിക്കത്തില്ല എങ്കിൽ പോലും ദൈവം നമ്മുടെ മടങ്ങി വരവിനായി ചിലത് ചെയ്തെടുക്കുന്ന ദൈവമാണ്. ലൂസിഫർ പാപം ചെയ്ത് നിഗളിച്ച് വെട്ടേറ്റ് നിലത്ത് വീഴുമ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒന്നും ചെയ്തില്ല. എന്നാൽ തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ, തനിക്കിഷ്ടപ്രകാരം ആഗ്രഹത്തോടെ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ വീണ്ടെടുക്കുവാനായി ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മൃഗത്തെ അറുത്തതായി നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അത് അറുക്കപ്പെട്ടത് ഒരു കുഞ്ഞാടായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്.
ലേഖനങ്ങൾക്കകത്തൂടെ ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ പരിചയപ്പെടുത്തുന്നു. എന്നാൽ ആ കുഞ്ഞാട് അറുക്കപ്പെടുക മാത്രമല്ല, അറുക്കപ്പെട്ടിട്ടും ഇന്നും നിൽക്കുന്ന കുഞ്ഞാട്. അന്ന് ആ മനുഷ്യൻ്റെ നഗ്നത അഥവാ മനുഷ്യനുണ്ടായിരുന്ന തേജസ്സിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ദൈവത്തെ പോലെ ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അവനെ തേജസ് കൊണ്ട് ദൈവത്തെ പോലെ തന്നെ മൂടിയിരുന്നു. ഒരു പ്രകാശവലയം അവന് ചുറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നഗ്നരാണെന്ന് അവർക്കൊരിക്കലും തോന്നിയിരുന്നില്ല. അവർ അതിനു മുമ്പ് വസ്ത്രമെടുത്തിരുന്നില്ല. പക്ഷേ അവരെ ചുറ്റി മറച്ചിരുന്ന ഒരു ദൈവ തേജസ് ഉണ്ടായിരുന്നു. ആ ദൈവ തേജസ് പാപം ചെയ്തതോടുകൂടി, ആ ദൈവിക സ്വഭാവങ്ങൾ പാപം ചെയ്തതോടുകൂടി നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ നഗ്നരാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ തന്നെ ഒരു എഫേർട്ട്, ചില അത്തിയിലകൾ, ചില ഇലകൾ കൂട്ടി തുന്നി അവർ ഒരു വസ്ത്രമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അന്നും ഇന്നും മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രയത്നം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എവിടെയെങ്കിലും പോയി അല്പം നേർച്ചയിട്ടാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, ഞാൻ ഉരുളുന്നത് കൊണ്ട്, ഞാൻ മല കയറുന്നത് കൊണ്ട്, ഞാൻ എന്തെങ്കിലും ചിലത് ചൊല്ലിക്കൂട്ടുന്നത് കൊണ്ട് എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു തത്രപ്പാട് അന്നും ഇന്നും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും കൂട്ടിത്തുന്നുന്ന ഈ ഇലകൾ വാടി കരിഞ്ഞു പോകുന്നതാണെന്ന്, സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതാണെന്ന് മറന്നു പോകരുതേ പ്രിയപ്പെട്ടവരെ. നീതിസൂര്യനായ ക്രിസ്തു, ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രം ഉദിച്ചുയർന്നു വരുന്ന ഒരു നാളുണ്ട്. ആ നാളിൽ ആ നീതി സൂര്യൻ്റെ ശോഭയ്ക്ക് മുമ്പിൽ, ആ പ്രകാശത്തിന് മുമ്പിൽ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികളെല്ലാം, നീതി പ്രവൃത്തികളെല്ലാം വെറും കറപുരണ്ട തുണി പോലെ മാറ്റിക്കളയുവാനേ കഴിയത്തുള്ളൂ. അന്ന് അവൻ്റെ മുമ്പിൽ പാപത്തെ മറയ്ക്കുവാൻ ഒന്നിനും നമ്മുടേതായ ഒരു പ്രവൃത്തികൾക്കും കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതിനൊന്നും കഴിയാതെ ഇരിക്കുമ്പോൾ സൗജന്യമായി ഒരു കുഞ്ഞാടിനെ ദൈവം അറുത്ത് അതിൻ്റെ തോലെടുത്ത് ഒരു വസ്ത്രമുണ്ടാക്കി ആദമിനെയും ഹവ്വയെയും ദൈവം ഉടുപ്പിച്ചു. ഞാൻ വിശ്വസിക്കുകയാ, ആ വസ്ത്രം അവരോടുകൂടെ വളർന്നു. ആ വസ്ത്രം പിന്നീട് കീറിപ്പോകുവാൻ ഇടവന്നില്ല. അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിന് കാരണമുണ്ട്. പുറപ്പാട് പുസ്തകം വായിച്ചാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 2 വർഷം കൊണ്ട് കനാന്റെ അതിരിലെത്തി. എന്നാൽ 38 വർഷം ആ കനാനിൻ്റെ അതിരിങ്കൽ അവരുടെ പിറുപിറുപ്പ് നിമിത്തം, അവരുടെ പാപം നിമിത്തം, അവരുടെ മത്സര നിമിത്തം കനാനിലേക്ക് കടക്കുവാൻ കഴിയാതെ ചുറ്റിത്തിരിയേണ്ടി വന്നു. എങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിന്നെ കഴുകിൻ്റെ ചിറകിൻ്റെ മീതെ വഹിച്ചുകൊണ്ട് വന്നതുപോലെ നിന്നെ വഹിച്ചുകൊണ്ട് വന്നത് നീ മറന്നു പോകരുത്. അന്ന് നിന്റെ കാലിലെ ചെരുപ്പ് ജീർണിച്ചു പോയില്ല, നിന്റെ വസ്ത്രം ജീർണിച്ചു പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. അപ്പോൾ ഒരു കൊച്ചുകുട്ടി മിസ്രൈമിൽ നിന്ന് ഇട്ടുകൊണ്ടുപോയിരുന്ന വസ്ത്രം അത് ജീർണിച്ചു പോകാതെ വണ്ണം, അവൻ ഇട്ടുകൊണ്ടിറങ്ങിയ ചെരുപ്പ് തേഞ്ഞു പോകാതെ വണ്ണം 40 വർഷക്കാലം മരുഭൂമിയിൽ ദൈവം ആ ജനത്തെ നടത്തിയെങ്കിൽ എത്രയോ മഹത്വകരമായിട്ടായിരിക്കും ആദമിനെയും ഹവ്വയെയും ദൈവം നടത്തിയത്. ഇതിൻ്റെ നടുവിൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. തെറ്റിപ്പോകുന്ന യോനയുടെ ജീവിതം പോലെയുള്ള ജീവിതമേ, പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമേ, അരുളപ്പാടിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്ന ജീവിതമേ, ദിശ വിട്ടുള്ള യാത്രയ്ക്കായി ഒരുങ്ങി കപ്പലിൽ കയറിയിരിക്കുന്ന ജീവിതമേ, നിങ്ങൾ എന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. ദൈവത്തിൻ്റെ സ്നേഹം ഇന്നും നിങ്ങളെ പിന്തുടരുന്നു. അതുകൊണ്ടല്ലേ ഈ സന്ദേശം ഇന്നും നിങ്ങളുടെ കാതുകളിൽ എത്തിയത്. നമുക്ക് മടങ്ങി വരാം. യോനയെ പോലെ അവൻ്റെ പിന്നാലെ കൊടുങ്കാറ്റടിപ്പിച്ച് കോളുണ്ടാക്കി ദൈവം അവനെ
ആ കപ്പലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിനവേൽ എത്തിച്ചതുപോലെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുകയാകാം, ചില പ്രശ്നങ്ങൾ വന്നിരിക്കുകയാകാം. നിങ്ങൾ ഓർക്കും, എന്തുകൊണ്ടാണ്? ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ ദിശ വിട്ടു യാത്ര ചെയ്തു എന്നുള്ളത് മാത്രം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കൂലി കൊടുത്ത് ചിലതിനെ കപ്പലിനകത്ത് കയറ്റിയത് നിമിത്തം ഇപ്പോൾ ഓട്ടം വൈഷമ്യത്തിലായിരിക്കുന്നു. നമുക്ക് മടങ്ങി വരാം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, അബദ്ധം പറ്റിപ്പോയി, തെറ്റിപ്പോയി. ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ആ കൊടുങ്കാറ്റിനായി സ്തോത്രം പറയുമോ? ആ കോളിനായി സ്തോത്രം പറയുമോ? ഞാനും നിങ്ങളും മടങ്ങി വരുവാൻ തീരുമാനിച്ചാൽ ഈ പെരുങ്കാറ്റ് അടുപ്പിച്ച യഹോവ, ഈ കോൾ ഉണ്ടാക്കിയ യഹോവ തിരമാലകളെ തള്ളിയിട്ട് അതിനെ ആകാശത്തോളം പൊങ്ങുമാറാക്കി നിന്റെ ജീവിത നൗകയെ ഇപ്പോൾ ആടി ഉലപ്പിച്ചുകൊണ്ടിരിക്കുന്ന യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. അവന് അതിനോട് നിൽക്ക് എന്ന് കൽപ്പിക്കുവാൻ മൈക്രോ സെക്കൻഡുകൾ മതി. അവൻ കൽപ്പിച്ചാൽ അത് നിന്നിരിക്കും. കൊടുങ്കാറ്റ് ശാന്തത വന്നിരിക്കും. ആ കടൽ ശാന്തമായിരിക്കും. നിന്റെ ജീവിത നൗക ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടങ്ങി വരാം. ശ്രദ്ധിച്ചു നോക്കുക, ഇവിടെ യോനയുടെ ജീവിതത്തിൽ ഈ വിധത്തിൽ ഒരു പ്രയാസമുണ്ടായതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ 1-ാം വാക്യം വായിക്കുന്നു, ഞങ്ങൾ കപ്പൽ കയറി ഇതല്ലേക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും കൂട്ടി അവർ യാത്ര പുറപ്പെടുകയാണ്. എന്നാൽ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ ഒരു ശുഭ തുറമുഖത്ത് അവർ എത്തുന്നു. അവിടെ നിന്ന് വീണ്ടും റോമയിലേക്കുള്ള യാത്രയാണ്. റോമിലേക്ക് പോകേണ്ടതാണ്. അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്യുവാനായി തുടങ്ങുമ്പോൾ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം കപ്പലോട്ടം വൈഷമ്യമാണെന്ന് മനസ്സിലായ പൗലോസ് അവരോട് ഒരാലോചന പറഞ്ഞു. ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല, നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് പൗലോസ് അവരോട് ആലോചന പറയുകയാണ്. അത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് യാത്ര തുടങ്ങരുത് എന്ന് ദൈവദാസനിലൂടെ ദൈവം കപ്പൽ പ്രമാണിയോട് സംസാരിച്ചു. എന്നാൽ ശതാധിപൻ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമിയുടെയും കപ്പലുടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിക്കുവാൻ അത്ര നല്ല തുറമുഖമല്ല. അതുകൊണ്ട് കപ്പലുടമസ്ഥനും മാലുമിയും പറഞ്ഞു, ഇല്ല, കാറ്റ് മന്ദമായിട്ട് ഊതുന്നതേ ഉള്ളൂ, ഇവൻ പറയുന്നതൊന്നും കേൾക്കേണ്ടുന്ന കാര്യമില്ല, നമുക്ക് യാത്ര ചെയ്യാം. ശതാധിപൻ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തു. അതധികം വിശ്വസിച്ചു. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ശീതകാലം കഴിക്കുവാൻ ഈ സ്ഥലം പറ്റിയതല്ല. അതുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും ഒരു തുറമുഖത്തേക്ക് ചെല്ലാം എന്ന് വിചാരിച്ച് അവർ യാത്ര തുടങ്ങുകയാണ്. ഇവിടെയും പൗലോസിന്റെ വാക്ക് അഥവാ ദൈവത്തിൻ്റെ ആലോചന വിട്ട് ഉള്ള ഒരു യാത്രയാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വ്യക്തമായി ചരക്കിനും കപ്പലിനും പ്രാണങ്ങൾക്കും ദോഷമുണ്ടാകും, നഷ്ടം വരും എന്ന് വളരെ വ്യക്തമായ ദൈവാലോചന ഉണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങളെ നോക്കി മാലുമിയുടെ വാക്ക് ശ്രദ്ധിച്ച് കപ്പലുടമസ്ഥന്റെ വാക്കിന് വലിയ വില കൊടുത്ത് യാത്ര ചെയ്യുന്ന ഒരു കൂട്ടരെ നമുക്കവിടെ കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതയാത്രയ്ക്ക് നടുവിൽ ദൈവം ചില ആലോചനകളൊക്കെ, ഇനി ഈ വിധത്തിൽ മുമ്പോട്ട് പോയാൽ, ഈ ബിസിനസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിനക്ക് നഷ്ടം വരും, നിന്റെ പ്രാണന് പോലും നഷ്ടമുണ്ടാകും എന്നുള്ളത് വ്യക്തമായി ദൈവം ആലോചനയെ അറിയിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കാറില്ലേ? ഈ ബിസിനസ് ഇങ്ങനെ ഇവിടെ വെച്ച് പൂട്ടിയാൽ എനിക്ക് വലിയ പ്രയാസമാണ്, ഈ യാത്ര ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല, ഇത് ശീതകാലം കഴിക്കാൻ പറ്റിയ തുറമുഖമല്ല. അപ്പോഴായിരിക്കും മറ്റൊരു ആൾ വന്ന് നിങ്ങളോട് പറയുന്നത്, വേണ്ട, ഇതും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ,
ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ ബിസിനസ്സിനകത്തൊരു ബ്രേക്ക് ത്രൂ വരും. ഒരു മാലുമിയായി ഒരുത്തൻ വരുന്നു, കപ്പലുടമസ്ഥനായി മറ്റൊരുത്തൻ വന്ന് പറയുന്നു, നിനക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഈ പറയപ്പെടുന്നത് പോലെയുള്ള പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഇതിനകത്ത് നിന്ന് പുറത്തു വരുവാൻ ഈ ശീതകാലം ഇവിടെ കഴിക്കേണ്ടുന്ന കാര്യമില്ല, നമുക്ക് കാറ്റ് മന്ദമായിട്ട് ഊതുകയാണ്, നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വലിയ സാധ്യതയുള്ള സമയമാണ്, നിനക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ആ ഓഫർ ഏറ്റവും നല്ലതാണ്, യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ചിലർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, കൂട്ടുകാർ, നിങ്ങൾക്ക് കൂട്ടായി തന്നിരിക്കുന്നവർ ഒക്കെ നിങ്ങളോട് ഇത് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ, ദൈവത്തിൽ നിന്ന് അരുത് എന്ന് എന്തെങ്കിലും ഒരു കൽപ്പന ജീവിതയാത്രയുടെ നടുവിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ, അത് നിങ്ങളെ തണുപ്പിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ശീതകാലം കഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഒരു തുറമുഖത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ യാത്ര അവിടെ ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ആ കോഴ്സിന് നീ പോകണ്ട, ഇപ്പോൾ ഈ ജോലി അതിനകത്തേക്ക് നീ കയറണ്ട, ഈ വിവാഹ ജീവിതത്തിലേക്ക് ഇപ്പോൾ നീ പ്രവേശിക്കണ്ട, ഇത് ഇപ്പോൾ നിനക്ക് ഒരു വർഷം നഷ്ടമാകുന്നതായിരിക്കാം, 5-6 മാസങ്ങൾ നഷ്ടമാകുന്നതായിരിക്കാം, കയ്യിൽ കിട്ടിയിട്ട് പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയതുപോലെ ചിലത് നഷ്ടപ്പെടുന്നത് പോലെയുള്ള അനുഭവമായിരിക്കാം. എങ്കിലും ദൈവം കുഞ്ഞെ നിന്നോട് അത് വേണ്ട എന്ന് ഹൃദയത്തിനകത്ത് ആലോചന തരുന്നു എങ്കിൽ, നിങ്ങളത് വ്യക്തമായി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നു എങ്കിൽ, ചരക്കിനും കപ്പലിനും മാത്രമല്ല പ്രാണനും കൂടെ നഷ്ടം വരുന്ന ആ യാത്രയ്ക്കായി വീണ്ടും ഒരുങ്ങല്ലേ. കാറ്റ്, സാഹചര്യങ്ങൾ മന്ദമായി ഊതുകയാകാം, പക്ഷേ അതിലേക്ക് കാലെടുത്ത് വെക്കരുതേ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോഴ്സായിരിക്കാം അത്, നിങ്ങൾ എയിം ചെയ്ത ഒരു കോഴ്സായിരിക്കാം അത്, പക്ഷേ ദൈവം ഇപ്പോൾ നിങ്ങളെ വഴിതിരിച്ചു വിടാൻ, ഒന്ന് ഹോൾഡ് ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എങ്കിൽ നമുക്ക് അല്പം ഒന്ന് കാത്തിരിക്കാം. നമ്മുടെ പ്രാണന്, നമ്മുടെ ജീവിതം പോലും നഷ്ടമാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാലെടുത്ത് വെക്കാതെ വണ്ണം സ്വർഗം ഒരു തീരുമാനമെടുക്കുവാൻ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിന്നീട് നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഒരു കാര്യം കാണുവാനായിട്ട് കഴിയുന്നു. ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഒരു യാത്രയാണെങ്കിൽ പോലും ദൈവം യോനയെ മടക്കിക്കൊണ്ടുവരുവാൻ ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. പക്ഷേ യോനയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, അവൻ കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ്. സാധനങ്ങളുടെ ഇടയിൽ ഉറങ്ങിപ്പോയി എന്നാണ് വായിക്കുന്നത്. ഞാൻ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ വേദനയോടെ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. പണ്ട് ചെറ്റപ്പുരയ്ക്കകത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ കീഴിൽ ജീവിച്ച ഒരു നാൾ പല ക്രിസ്ത്യാനികൾക്കുമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതിരുന്ന അവസ്ഥ. ഇന്ന് എന്നെ കേൾക്കുന്ന പലർക്കും അങ്ങനെ ഒന്ന് ഓർമ്മിക്കാനുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഇരുന്ന നാളിൽ കണ്ണുനീരോടെ അതിരാവിലെയും സന്ധ്യയ്ക്കുമൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് നിരന്തരം ഉപവസിച്ച് തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു, മാനിച്ചു. ഉടുത്ത വസ്ത്രം മാറി ഉടുക്കാനില്ലാതെ ഭാരപ്പെട്ട നാളുകളിൽ നിന്ന് ഇന്ന് അലമാരകൾ തുറന്ന് ഏത് വസ്ത്രം ഇടണം എന്നോർത്ത് ഭാരപ്പെടുന്നു. അന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പാത്രങ്ങൾ നിരത്തി വെച്ചാൽ അതിനകത്ത് എന്ത് വിളമ്പിക്കൊടുക്കും എന്നോർത്ത് ഭാരപ്പെട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ കൂട്ടിവെച്ചിരിക്കുന്ന ഈ ആഹാരത്തിൽ നിന്ന് എന്തെടുത്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അന്നൊരു ചില്ലിക്കാശ് കയ്യിലില്ലാതിരുന്ന പായിൽ നാളത്തെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കുമെന്നോർത്ത് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം വരാതിരുന്ന രാത്രികളിൽ പകരം ഇന്ന്
കയ്യിലുള്ള ഈ പണം എങ്ങനെ ചിലവഴിക്കണമെന്നോർത്ത് ഉറക്കം വരാത്ത രാത്രികൾ. അന്ന് വീടൊന്ന് അടച്ചിടാൻ കഴിയാതെ വീട്ടിനകത്ത് പ്രായമായ പെൺകുഞ്ഞുങ്ങളും ഒക്കെയായി കഴിയുമ്പോൾ വേദനയോടെ ഉറക്കം വരാതെ ഭാരപ്പെട്ടിരുന്ന മാതാപിതാക്കൾ ഇന്ന് വീട്ടിനകത്തുള്ള സമ്പത്ത് ആരെങ്കിലുമൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകുമോ എന്ന് ഭയപ്പെട്ട് അതിനകത്ത് അങ്ങനെ ജീവിക്കുന്ന കുറേ ജീവിതങ്ങൾ. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, സാധനങ്ങൾ നമുക്ക് തന്നു. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, സാധനങ്ങളുടെ നടുവിൽ ഉറങ്ങിപ്പോയോ പ്രിയപ്പെട്ടവരെ? പണ്ട് എത്ര ദൂരം വേണമെങ്കിലും നടന്ന് ഒരു യോഗത്തിന് പോകാമായിരുന്നു. ഇന്ന് ആരെങ്കിലും വന്ന് കാറിൽ കൊണ്ടുപോകാത്തത് കൊണ്ട് യോഗത്തിന് പോകുന്നില്ല. സാധനങ്ങളുടെ ഇടയിൽ ഉറങ്ങിപ്പോകല്ലേ, കപ്പലിന്റെ അടിത്തട്ടിലോട്ട് ഇറങ്ങിപ്പോകല്ലേ. ദൈവം അത് നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ വേദനയോടെയാണ് പറയുന്നത്. എനിക്കത് സംഭവിക്കരുത്. എന്നെ അനുഗ്രഹിച്ച് മാനിച്ച് ഉയർത്തിയൊരു ദൈവമുണ്ട്. എൻ്റെ തലമുറകൾക്കത് സംഭവിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് വരരുത്. ഭക്തിയിൽ നമുക്കവരെ വളർത്തിയെടുക്കാം. അതിനായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അളവ് കൂടാതെ അമർത്തി കുലുക്കിയ ദൈവം അവർക്ക് കൊടുക്കട്ടെ. പക്ഷേ അതിൻ്റെ നടുവിൽ ഉറങ്ങിപ്പോകുവാൻ ദൈവമേ എൻ്റെ തലമുറകളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ വിധത്തിൽ വളരെ വേദനയോടെ, വളരെ ഭാരത്തോടെ ആ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കയറിക്കിടന്ന് ഉറങ്ങുകയാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സകലരും ഭയപ്പെട്ട് നിലവിളിച്ച് കരയുന്ന ഒരു അനുഭവം. എല്ലാവരും താന്താങ്ങളുടെ ദേവനോട് നിലവിളിച്ച് കരയുമ്പോൾ യോനയ്ക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ചില കുടുംബങ്ങളിൽ, ചില ദേശങ്ങളിൽ, ചില സഭകളിൽ, ചില ഓഫീസുകളിൽ, ചില ബിസിനസ്സുകളിൽ ഒക്കെ വലിയ പ്രശ്നങ്ങൾ പലരും നേരിട്ട് അവർ അയ്യം വിളിച്ച് കരയുമ്പോൾ, അല്ലയോ പ്രവാചക, അല്ലയോ പ്രവാചകി, അല്ലയോ ദൈവദാസനെ, അല്ലയോ വിശ്വാസി, നിനക്കെങ്ങനെ ഇങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റേജിൽ ഉറങ്ങാൻ കഴിയുന്നു? നിന്റെ ദേശത്തിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, ഒരുപക്ഷെ നിന്റെ ജ്യേഷ്ഠന്റെ മകനായിരിക്കാം, നിന്റെ പെങ്ങളുടെ മകളായിരിക്കാം, അല്ല നിങ്ങളുടെ സഭയ്ക്കകത്ത് നടക്കുന്ന ഒരു കൊടുങ്കാറ്റായിരിക്കാം. എല്ലാവരും അയ്യം വിളിച്ച് ചരക്ക് പുറത്തു കളയുന്നു. എങ്ങനെയെങ്കിലും കപ്പലിനെ ഒന്ന് ആ വിധത്തിൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ മിണ്ടാതെ മാറിക്കിടന്ന് ഉറങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും എവിടെ കിട്ടി ഈ പ്രമാണം? ഇത് എന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലെന്ന് പറഞ്ഞ് സഭയ്ക്കകത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ നിനക്ക് പ്രമാണമില്ല. നീ അതിൻ്റെ ഒരു ഭാഗമാ. ദൈവസഭ വേദനയിലൂടെ പോകുമ്പോൾ, കൊടുങ്കാറ്റിന്റെ അനുഭവത്തിലൂടെ പോകുമ്പോൾ, ആ കപ്പലിനെ ആടി ഉലയ്ക്കുന്ന ചിലതിൻ്റെ നടുവിൽ അവരെ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ താങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ടെന്ന് മറന്നു പോകരുത്. നിന്റെ ദേശത്തിനെതിരെ ദൈവ കോപം ഹല്ലേലൂയ ആഞ്ഞടിക്കുമ്പോൾ നീ ഉറങ്ങുവാൻ പ്രമാണമുള്ളവനല്ല, നീ ഉറങ്ങുവാൻ പ്രമാണമുള്ളവരല്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ ഉണർന്നിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അച്ഛാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരുന്നു. സാധനങ്ങളുടെ ഇടയിൽ മയങ്ങിപ്പോകുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ മടക്കിക്കൊണ്ടുപോകുവാൻ അടിക്കുന്ന സകല കൊടുങ്കാറ്റുകൾക്കായിട്ടും നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ആ ബിസിനസ്സിനകത്ത്
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവം അനുവദിക്കാത്ത ഒരു കാൽവെപ്പ് വെച്ച ആ ജീവിതത്തെ കർത്താവേ അങ്ങ് സഹായിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. പ്രാണനും കൂടെ നഷ്ടപ്പെട്ടു പോകത്തക്കവണ്ണം ഒന്നിലേക്ക് കൈയെടുത്ത് വെക്കാതെ വണ്ണം ഈ ദൂതുകെട്ട സകലരെയും പുത്തൻ തീരുമാനങ്ങളിലേക്ക് അങ്ങ് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവഹിത പ്രകാരമുള്ള അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, അല്ലെങ്കിൽ ശീതകാലം കഴിക്കുവാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള തുറമുഖമാണെങ്കിലും ദൈവാലോചന ഇല്ലെങ്കിൽ യാത്ര തുടരാതിരിക്കുവാനുള്ള ഒരു ദൈവശക്തി അകത്ത് നീ ഇവർക്ക് നൽകുമെന്നുള്ളതിനാൽ സ്തോത്രം. സാധനങ്ങളുടെ ഇടയിൽ ഉറങ്ങാൻ അനുവദിക്കരുത്, ന്യൂട്രലായിരിക്കാൻ അനുവദിക്കരുത്, ഉണരാൻ കൃപ നൽകണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം. ജീവനുള്ള പിതാവേ, ആമേൻ.